ഹായ്. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും മഹാനായ ശാന്തിയുടെ പ്രവാചകൻ എന്ന് ഗാന്ധിജിയെ നമുക്ക് വിശേഷിപ്പിക്കാം. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് നെഞ്ചത്ത് കൈവച്ചു പറയുവാൻ സാധിക്കുന്ന ഒരു നേതാവിനെ ഇതിനു മുൻപും അതിന് പിൻപും ലോകം കണ്ടിട്ടില്ല. അതിനാലാണ് മജ്ജയും മാംസവുമുള്ള ഇങ്ങനെയൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്ന് വരും തലമുറ വിശ്വസിച്ചേക്കില്ല എന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത്. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അടിമച്ചങ്ങലകളിൽ നിന്നും ഭാരത ജനതയെ മോചിപ്പിക്കുന്നതിന് സത്യത്തിലും അഹിംസയിലും ലാളിത്യത്തിലും സ്വാശ്രയത്തിലും ഊന്നിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ മഹാത്മാഗാന്ധി ലോക നേതാക്കളുടെ ഇടയിൽ ഇന്നും വളരെ ഉയർന്നു തിളങ്ങി നിൽക്കുന്നു. വർണ്ണവിവേചനത്തിനെതിരായ പോരാട്ടത്തിൽ മാർട്ടിൻ ലൂതർ കിങ്ങും നെൽസൺ മണ്ടേലയും ഗാന്ധിജിയെയാണ് മാതൃകയാക്കിയത്. ഭാരതീയർ അദ്ദേഹത്തെ രാഷ്ട്രപിതാവായി കാണുകയും അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയായി ആഘോഷിക്കുകയും ചെയ്യുന്നു. ലോക ജനതയും ഐക്യരാഷ്ട്രസഭയും അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഒക്ടോബർ 2 അഹിംസാ ദിനമായി ആചരിക്കുന്നു. 1915 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പ്രവേശിച്ച ഗാന്ധിജിയുടെ സ്വാധീനമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഒരു പുതിയ ദിശാബോധം നൽകിയത്. ഗാന്ധിജിയുടെ ഏറ്റവും വിശിഷ്ടമായ ആയുധം സത്യാഗ്രഹമായിരുന്നു. സത്യത്തെ മുറുകെ പിടിക്കുന്നവൻ എന്നാണ് സത്യഗ്രഹി എന്നതിനർത്ഥം. സത്യവും അഹിംസയും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. സത്യം ലക്ഷ്യവും അഹിംസ ലക്ഷ്യത്തിലേക്കുള്ള മാർഗവും. സത്യം ഈശ്വരൻ തന്നെയാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അത് പ്രായോഗികമായി അദ്ദേഹം കാണിച്ചു തരികയും ചെയ്തു. അഹിംസ എന്നാൽ ഹിംസ ചെയ്യാതിരിക്കുന്നത് മാത്രമല്ല, പരമമായ സ്നേഹമാണ്. ശത്രുവിനെ പോലും സ്നേഹിക്കുക, ശത്രുവിനോട് ക്ഷമിക്കുക എന്ന അവസ്ഥ. 1917 ചമ്പാരൻ സത്യാഗ്രഹം, 1918 ഖേദി മിൽ സ്ട്രൈക്ക്, ഖേദി സത്യാഗ്രഹം, 1919 റൗലത്ത് ആക്ടിനെതിരായ സത്യാഗ്രഹം, 1920 നിസ്സഹകരണ പ്രസ്ഥാനം, 1930 ദണ്ഡി ഉപ്പു സത്യാഗ്രഹം, 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. ഇതെല്ലാം ഗാന്ധിജി നേതൃത്വം നൽകിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ നാഴികക്കല്ലുകളാണ്. 1919 അദ്ദേഹം ആരംഭിച്ച നിസ്സഹകരണ പ്രസ്ഥാനം, റൗലത്ത് ആക്ടിനെതിരെയുള്ള നിസ്സഹകരണ പ്രസ്ഥാനം വൻപിച്ച രീതിയിലുള്ള ജനകീയ മുന്നേറ്റം സൃഷ്ടിക്കുകയും വിദേശ ഭരണത്തിന് വെല്ലുവിളി സൃഷ്ടിക്കുകയും ചെയ്തു. മലയാള മണ്ണിൻ്റെ കാതിലേക്കും അദ്ദേഹത്തിൻ്റെ സ്വരം മാന്ത്രികമായൊരു ഊർജമായി എത്തി. അത്രയും തെളിമയും എളിമയുമുള്ളൊരു ജീവിതം, തീർച്ചയും മൂർച്ചയുമുള്ളൊരു ദർശനം ഇതുവരെ നാം അനുഭവിച്ചിട്ടില്ല. 1920 1937 ഇടയിൽ ഗാന്ധിജിയുടെ 5 കേരള സന്ദർശനങ്ങൾ, 43 ദിവസങ്ങൾ കേരളം കണ്ട ഒരു ധാർമ്മിക പടയോട്ടമായിരുന്നു അത്. പല തട്ടുകളിലായി ചിതറിക്കിടന്നിരുന്ന കേരള ജനതയെ ഐക്യത്തിൻ്റെ പാതയിലേക്ക് എത്തിക്കുവാൻ അദ്ദേഹത്തിൻ്റെ സന്ദർശനങ്ങൾക്ക് സാധിച്ചു. വൈക്കം ഗുരുവായൂർ സത്യാഗ്രഹങ്ങൾ, മതമേധാവികളുമായുള്ള സംവാദങ്ങൾ, ക്ഷേത്രപ്രവേശന വിളംബരം, ശ്രീനാരായണ ഗുരു, മഹാത്മാ അയ്യങ്കാളി, തിരുവിതാംകൂർ രാജാവ് എന്നിവരുമായുള്ള കൂടിക്കാഴ്ചകൾ,
സർവമത സമ്മേളനം എന്നിവ കേരളത്തിൽ വ്യക്തവും ചടുലവുമായ സാമൂഹ്യ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചു. അതുവരെ കേരളത്തിലുണ്ടായിരുന്ന ചീഞ്ഞുനാറിയ വ്യവസ്ഥകൾക്കെതിരെ കൊടുങ്കാറ്റുപോലെ മാറ്റം വരുത്തുന്നതിനും മഹാരാജാക്കന്മാർ പോലും അവരുടെ നിലപാടുകളിൽ നിന്ന് താഴേക്കിറങ്ങി വരാനും അദ്ദേഹത്തിൻ്റെ സന്ദർശനങ്ങൾ ഹേതുവായി. ഈ ഡിജിറ്റൽ യുഗത്തിൽ ഗാന്ധിജിയുടെ ആശയങ്ങൾ കാലഹരണപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നവർ ഉണ്ടാകാം. എന്നാൽ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തോട് പടവെട്ടി ജനലക്ഷങ്ങളെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ച് ഉപ്പ് സത്യാഗ്രഹം പോലെയുള്ള ആശയങ്ങൾ മുൻപോട്ട് വച്ച് സാധാരണക്കാരെ പോലും സ്വാതന്ത്ര്യ സമരത്തിൽ അണിനിരത്തി ആ പോരാട്ടത്തിൽ ഒന്നിപ്പിക്കുകയും ധർമ്മത്തിൻ്റെ പാത കാട്ടിത്തരികയും ചെയ്ത ഗാന്ധിജി പുതിയ ലോകത്തിൻ്റെ വഴികാട്ടി തന്നെയാണെന്ന് അദ്ദേഹത്തിൻ്റെ സ്മൃതി നമ്മളിൽ ഉണർത്തുന്ന ആവേശം ഒന്നുകൊണ്ട് മാത്രം വ്യക്തമാണ്. ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത സാമൂഹ്യ ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും അദ്ദേഹം വിട്ടുവീഴ്ചയ്ക്ക് നൽകിയ ഊന്നലാണ്. ബഹുസ്വരതയാണ് മാനവ സംസ്കാരത്തിൻ്റെ സ്ഥായീഭാവമെന്നും തന്മൂലം വ്യത്യസ്ത മതവും ജാതിയും വംശീയതയും സംസ്കാരവും ഉള്ളവർ അനുരഞ്ജനത്തിൽ കഴിയണമെന്നുമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഈ ലോകത്തുള്ള എല്ലാവരും ഒരു മതത്തിലും ഒരു സംസ്കാരത്തിലും ഒരു ജീവിത വീക്ഷണത്തിലും ജീവിക്കുക എന്നത് അസാധ്യമാണ്. ഒരു മതത്തിൽ വിശ്വസിക്കുന്നവർ പോലും ഒന്നാവുന്നില്ലല്ലോ. സംഘർഷ ലഘൂകരണം, നിരായുധീകരണം, സമാധാനം, സമത്വം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം തുടങ്ങി ലോകം ഇന്ന് തേടുന്ന എല്ലാ ലക്ഷ്യങ്ങളിലേക്കും ഗാന്ധിയൻ ആദർശങ്ങൾ വഴി തുറക്കുന്നു. ഗാന്ധിജി ദൂരെയല്ലെന്നും നമ്മുടെ മനസ്സരികെ തന്നെയുണ്ടെന്നും ഓരോ ഗാന്ധി ജയന്തി ദിനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സത്യനിഷ്ഠ കൊണ്ടും സ്നേഹം കൊണ്ടും നീതിബോധം കൊണ്ടും സമഭാവന കൊണ്ടുമാണ് നാം ഗാന്ധിജിയോടുള്ള കടം വീട്ടേണ്ടത്. അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളിലൂടെ നമ്മൾ മുൻപോട്ട് പോയാൽ ഗാന്ധിജിയും മറ്റു സ്വാതന്ത്ര്യ സമര സേനാനികളും സ്വപ്നം കണ്ട തേനും പാലും ഒഴുകുന്ന ജാതിമത ചിന്തകൾക്കതീതമായ സമത്വസുന്ദരമായ മതേതര രാഷ്ട്രം ഒരു യാഥാർത്ഥ്യമാകുക തന്നെ ചെയ്യും. താങ്ക് യു.